ഈ നട്ടപ്പോര് വെയിലത്ത് ഇങ്ങനെ ആരേലും നടക്കണ കണ്ടിണ്ടാവും. പറ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങള് നല്ല വെയിലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കാം ഫ്രെയിം. The next station is Airport Terminal 3. മെട്രോ ഇറങ്ങിയിട്ട് ഇനി അവിടെ എത്തിയിട്ട് കാണാം. എന്താ സാധനം അയാള് നോക്കി. അയാള് തെറ്റിദ്ധരി കൂട്ടാൻ പാടില്ല. ഓക്കെ ബൈ. ഞാൻ കൊണ്ടുവന്ന കണ്ടാ വിചാരിക്കും എന്റെ ഉമ്മന്റെ വീട്. മതിയടി കയറിയിട്ട് നോക്കി. എനിക്ക് ഇഷ്ടമാണ്. അത്ര സംഭവം നല്ല നിർത്തൽ ഇഷ്ടമാണ്. ഓക്കെ എന്നിട്ട് ഇതെന്താ സാധനം എനിക്കറിയില്ല. ഇവിടുത്തെന്തോ ആണ്. ഞാനും ആദ്യമായിട്ട് കണ്ടു. ഹോട്ടലോ? എടി ഇത് മറ്റടി ക്യാൻഡിൽ എന്തോ ടവർ. ചങ്ങായിനോട് ചോദിച്ചാലോ? അയ്യോ ഇതെന്താ? അയാളോട് ചോദിക്കുക ചോദിച്ചടി. അയാൾ ഹെഡ്സെറ്റ് കുത്തിയതാ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ ഡ്രൈവറെ പേര് സ്പൾഗർ അങ്ങനെ തോന്നില്ലല്ലേ? ഈ നമ്മുടെ മാതൃഭാഷയിൽ അല്ലാണ്ട് പറഞ്ഞു, വിദേശ ഭാഷയിലാ പറഞ്ഞു. അല്ലടി ആണടി. കാടില്ലെന്നല്ലേ ചോദിച്ചപ്പോ? അല്ലടി അതിന്റെ മുന്നേ പറഞ്ഞില്ലേ സ്പൾബർന്ന് വണ്ടി ഓട്ടുന്ന ആളെ പേര്. ആ വണ്ടി ഓട്ടുന്ന ആളെ പേര് ഇംഗ്ലീഷിലാ പറഞ്ഞു. താങ്ക് യു. മലയാളം അറിയോ ചോദിച്ചോ? യോഗ അറിയെങ്കിൽ എനിക്കെന്താ നോക്കാം. ഏത് ഭാഷ? അയാള് ചോദിച്ചടി കാറുണ്ടില്ലേന്ന്. അപ്പൊ നമ്മള് പറഞ്ഞൊക്കെ കേട്ടിക്കണ്. ഞാനതില്ല കേട്ടാ എന്ത് വിട്ടുന്ന്. നമ്മളെന്തൊക്കെയോ ഞാൻ പറഞ്ഞു വണ്ടി ഓടിക്കുന്ന ആളെ വിദേശ രാജ്യത്തിലെ ഭാഷയിലെ പറഞ്ഞു. അല്ല അത് ഛർദിക്കുന്നോളാ അത് കണ്ടില്ല. മൊബൈലിൽ കാണാം. ഇഷ്ടമില്ല ആ പെണ്ണ് അങ്ങനെ പറഞ്ഞേ. ലേറ്റ് അടിച്ചിട്ടാ അല്ലേ? ടിക്കറ്റും എടുക്കണം, നമ്മള് പൈസയും കൊടുക്കണം. എന്നിട്ട് ആ പെണ്ണിന്റെ അഹങ്കാരം കാണണം. നമ്മച്ചി ഓളെവിടുന്ന് മാറ്റാ പറഞ്ഞാലോ? ഇന്തോനേഷ്യ വരുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലായി. അതിന്റെ മോന്താണ്ടാ അറിയത്. ഓട് ഇടയ്ക്ക് ബേക്കത്ത് പെണ്ണാദ്യം പോട്ടെ. ആണോ?
അടി മണ്ടത്തി അപ്പൊ ഓളെ കൂടി പെട്ടൂല ഇതില് ജോഡ്. വേറെ ആരുമില്ലേ? എന്താ നേക്കുള്ള അമ്മച്ചി നോക്കണേ? ഇതിന്റെ കാര്യം നോക്കിയത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങനെ ലൈറ്റ് അടിക്കുമ്പോളേ. ഓടണോ? ഓടിക്കോ ഓടിക്കടി. ഇങ്ങോട്ട് മുഖം കാണല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെങ്ങനെ ഇതിന്റെ ഉള്ളിൽ വാട്ടം വെച്ചിക്കണോ? എടി ഇവിടുന്ന് എന്റെ ഫോട്ടോ എടുത്തരാ, ഫ്രെയിം കുട്ടി ഒരാളെ കൊണ്ട് കാണാനൊന്നുമില്ല. ഇതന്നെ പുള്ളി കയറണ്ടേ? അയാളെ കൊണ്ട് ഫോട്ടോ എടുക്കാം. അയാൾ പല ആംഗിളും വെക്കും. ഇതെന്താ ഇങ്ങനെ വഴി? ഓക്കെ. ദുബായ് ഫ്രണ്ടിന് രണ്ട് പ്രത്യേകത ഉണ്ട്. നമ്മളെ ഈ പണ്ടത്തെ ദുബായിന്റെ ഭാഗമാണ് ഇപ്പൊ കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത്, എക്സിറ്റിന്റെ ഭാഗത്ത് ഇനി വരാൻ പോകുന്ന റിനോവേഷൻസും പല പുതിയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. ഇതാണ് പണ്ടത്തെ ദുബായിന്റെ സ്ട്രക്ചർ. ഉണ്ടോ? അതുപോലെ എന്താ പ്രധാനമായിട്ട് മത്സ്യത്തൊഴിലാളികളോ അങ്ങനെ എന്തോ പേര്. അതാണ് പ്രാചീനകാല ദുബായ്. അല്ല എനിക്ക് അതൊന്നും അറിയില്ലല്ലോ. എടി ഇവിടെ എടി ഇവിടെ ഇതടി സെൻസർ. ഇത് സെൻസർ 1956 ആണ് ഫസ്റ്റ്.
എന്നാലും പറ. മാനക്കവറിന് കേട്ടാ ആ പണ്ടത്തെ ദുബായിക്ക് അത്ര എന്താ പറയാ ഇന്നത്തെ പോലെ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ലല്ലോ. ആ അപ്പൊ ഇവര് ഏതൊരു രാജ്യത്തിനോട് വിമാനം കടം വാങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത് എയർപോർട്ട്. അങ്ങനെ പിന്നെ ഇവര് എല്ലാ രാജ്യത്തിനും ഈ പൈലറ്റുമാർക്കും എന്താ ഫ്ലൈറ്റിനൊക്കെ ഒരു റിലാക്സേഷന് പോലെ ഒരു ഇതുപോലെ ആയി ഇവിടുത്തെ എയർപോർട്ട്. പിന്നെ ഇപ്പൊ എല്ലാ രാജ്യക്കാരും വന്ന് പിന്നെ അങ്ങനെ വികസനത്തിനെ ബാധിച്ചാണ് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത്. കറക്റ്റ് അറിയുന്നു. ഞാൻ പറയുന്നതായി കൊടുക്കണം. സെറ്റ്. ഇതേ പേടിയോട് ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ചെവി അടയും. എനിക്ക് അടഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. ഒന്നും പോലെ ഇറങ്ങിക്കോ. ഗ്ലാസ് ആവും. ഇതതിന്റെ മോളാ ആടി പോയി. അതെ അതെ ഞാൻ പെട്ടതും അത് പിടിച്ച പെട്ടു. വെറുതെ അല്ലേ ചുവന്ന് കൈ പിടിച്ച്. എന്താ വരാത്ത ഇത്ര ഹൈറ്റില്ല നമ്മള്. ഇതിന് ഉറപ്പുണ്ടാ കൊടുത്തരുവോ? മീൻ്റെ ഉള്ളിൽ എന്റെ കയ്യില്ലേ. ഇവരെന്തിനതൊന്ന് ഓഫ് ആക്കണേ? ഇങ്ങനെ കാണാൻ പറ്റുമോ? പോയോ കേട്ടോ. ഇല്ല തോന്നുന്നുണ്ടടി. ഉണ്ടോക്കെ നമുക്ക് താഴത്ത് നോക്കുമ്പോ കാണല്ലേ, അതേപോലെ കാണാണ്ടാവുള്ളൂ. ഇതുപോലെ ഓണാക്കടാ. അത് വേണ്ടടി, സീനായാലോ. ദുബായ് ഫ്രെയിമിൽ കയറി ചെന്ന ഉടനെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ബിൽഡിങ്സ് ഒക്കെയാണിത്. ഇതിന് ഓൾഡ് ദുബായ് എന്നും റൈറ്റ് സൈഡിൽ കാണുന്നതിന് ന്യൂ ദുബായ് എന്നുമാണ് പറയുന്നത്. അതായത് റൈറ്റ് സൈഡിലുള്ളത് കുറച്ചുകൂടി പുതിയ മോഡൽസിലുള്ള ബിൽഡിങ്സും ലെഫ്റ്റ് സൈഡിൽ കുറച്ചുകൂടി ഓൾഡ് മോഡൽസിലുള്ള ബിൽഡിങ്സുമാണ്. സോ ഓൾഡ് ദുബായും ഇപ്പോഴത്തെ പുതിയ ദുബായും നമുക്ക് ഒരു ഫ്രെയിമിൻ്റെ രണ്ട് സൈഡായിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ഈ ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ പാലസ്, അതായത് ജബീൽ പാലസും കാണാം.
3 സ്റ്റാർട്ട്. എടാ ആ ഉണക്കി കാല് നീട്ടെ ഒന്നുകൂടി ഒന്നുകൂടി 1 2 3 സ്റ്റാർട്ട്. ഒന്നുകൂടി ഇവിടെ നിങ്ങട് ايش اللي يقول عنه؟ كلك برا هذا. هذا يكبرك معهم؟ ايوه. ഇവിടെ മലയാളം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും മലയാളം അറിയാം. ഞാൻ വിചാരിച്ചു ദുബായ് ഫ്രെയിം കാണാൻ വന്നതാണോ? എവിടെ പോണേ? ഇത് നോക്കുന്നതായിരിക്കും.
കറാമയിലെത്തിയ ഉടനെ ഫിസക്ക് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം കണ്ട സ്റ്റൂൾ തന്നെ കയറി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു വത്തക്ക ജ്യൂസൊക്കെ വാങ്ങി മെട്രോ ഒക്കെ നടന്നു. ശരിക്കും ഞങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഒരു അബദ്ധം പറ്റി. ദുബായ് ഫ്രെയിം കാണാൻ വരുന്നവർ ശരിക്കും ADCB മെട്രോയിൽ ഇറങ്ങിയാൽ മതി. ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഇറങ്ങിയത് മാക്സിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ടാക്സി വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ആരെങ്കിലും വരുമ്പോൾ ADCBയിൽ ഇറങ്ങിയാൽ മതി. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴേക്കും ഇർഷാദും ഷഹജും വിളിക്കാൻ വന്നിരുന്നു. പിന്നെ ഫിസനെയും ഷഹജിനെയും ഡ്രോപ്പ് ചെയ്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. അടുത്ത വ്ളോഗായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.